യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് സിജി, തൃശ്ശൂർ ജില്ലയിൽ പുത്തഞ്ചിറയിൽ നിന്ന് വരുന്നു. ഞാൻ ഈ അത്ഭുത ജപമാല കണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ, റെക്കോർഡ് ജപമാലയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അച്ഛൻ വിളിച്ച് പറഞ്ഞു, ബീഫിന് അലർജിയുള്ള ഒരു വ്യക്തിയുടെ അലർജി മാറുന്നു എന്ന്. എനിക്ക് 7 വർഷത്തോളമായിട്ട് ബീഫിന് അലർജിയാണ്. ബീഫിന് അലർജി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കഷ്ണമോ ബീഫിൽ ഇടുന്ന ഒരു കഷ്ണമോ കഴിച്ചു കഴിഞ്ഞാണെങ്കിൽ എന്നെ കണ്ടാൽ ഞാനല്ലാതെ ആകും. എന്നോട് ബീഫ് കാണുന്നതേ തന്നെ പേടിയാണ്. അത്രയും ചൊറിച്ചിലും നീരും വെക്കും ഞാൻ ആകെ. ആ വ്യക്തി ഇത് പറഞ്ഞതിന് ശേഷം ഞാൻ വിശ്വസിച്ച് ഞാനിപ്പോൾ 8 പ്രാവശ്യത്തോളം ബീഫ് കഴിച്ചു. ഇവിടെ വന്നിട്ടും കഴിച്ചു. ഇതുവരെ യാതൊരു എന്തൊരു വലിയ സൗഖ്യം അല്ലേ. ചെറുപ്പം മുതലുള്ളതാ? അല്ല, ഒരു 7 വർഷമായിട്ടുള്ള രോഗം കണ്ടില്ലേ. ബീഫ് കഴിക്കലല്ല, ബീഫിൽ ഇട്ട വല്ല കിഴങ്ങോ വല്ല കഷ്ണങ്ങളോ കായ എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ അതുപോലും പറ്റില്ല. പിന്നെ ഒരു ദിവസം അത്ഭുത ജപമാല കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, അരി തിന്നുന്ന ശീലം ഒരാളുടെ മാറ്റുന്നു. അപ്പം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, നിന്റെ കാര്യത്തിലൊരു തീരുമാനമായി എന്ന്. അപ്പോൾ എല്ലാവരും വിചാരിക്കും അരി കഴിക്കുമ്പോൾ ഒരു കുറച്ച് കഴിക്കുകയാണ്, അത് പ്രശ്നമില്ലല്ലോ എന്ന്. ഞാൻ അങ്ങനെയല്ല. ഞാൻ ചോറ് കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ അരിയാണോ കഴിക്കുന്നതെന്ന് ഞാൻ തന്നെ ചിന്തിച്ചു പോകും. ഞാൻ പുറത്തിപ്പോൾ ഒരു കടയിൽ പോകുകയാണെങ്കിൽ അവിടെ നിന്നും അരി കഴിക്കും. റേഷൻ കടയിൽ പോകുകയാണെങ്കിൽ അവിടെ നിന്നും അരി കഴിക്കും. എനിക്ക് ട്യൂഷനുണ്ട്. എൻ്റെ പിള്ളേർ വായ ഇറങ്ങുമ്പോൾ പറയും, പപ്പേ അതേ മമ്മി അരി കഴിച്ച് തുടങ്ങിയിട്ടോ എന്ന് പറയും. ഞാൻ തയ്ക്കുന്ന ആളാണ്. രാത്രി ഈ നട്ട്സൊക്കെ കഴിക്കണം വരെ ഞാൻ അരി കൊണ്ടുവന്ന് വെക്കും. തയ്പ്പ് മെഷീൻ്റെ അരിത്തിരുന്ന് കഴിക്കും. ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് ഇങ്ങനെ പറയുന്നത് ഞാൻ വിചാരിച്ചു, ഇതെങ്ങനെ നിൽക്കാനാ, ഞാൻ കഴിക്കും. അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ട ഒരു സംഭവമായിരുന്നു. പിറ്റേ ദിവസം അരി കഴിച്ചപ്പോൾ യാതൊരു ടേസ്റ്റും ഇല്ല എനിക്ക്. അരി പിന്നെയും ഞാൻ കഴിക്കാൻ ശ്രമിച്ചു നോക്കി, പക്ഷെ യാതൊരു ടേസ്റ്റും ഇല്ല, കഴിക്കാൻ തോന്നുന്നുമില്ല. അരി കഴിക്കുന്നേ ഇല്ല. അത്ഭുതമാലയിൽ വിളിച്ചു പറഞ്ഞതാണ്. അതാണ് ആ ഭർത്താവിനെ സമ്മതിക്കണല്ലേ. ഭർത്താവിന് ഭർത്താവ് വന്നിട്ടുണ്ടാ? ഇല്ല അല്ലേ. നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്ന് പറഞ്ഞു. നമ്മൾ നിയോഗം എഴുതി പ്രാർത്ഥിക്കുന്നതിൽ അസാധ്യമായ ഒരു കാര്യം ഞാൻ നിയോഗം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി കിട്ടി കഴിഞ്ഞിട്ടാണ് ഞാൻ സാക്ഷ്യം പറയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു. ഭർത്താവ് എന്നോട് പറഞ്ഞില്ല, നീ പോയി പറയാൻ പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു, അത് കിട്ടിയിട്ട് തന്നെ ഞാൻ പറയുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ ഇതിൻ്റെ ഡേറ്റുകളൊക്കെ വീട്ടിൽ എഴുതി വെച്ചിട്ടുണ്ടായി. അപ്പോൾ അച്ഛൻ പിന്നത്തെ ജയന്മാരെ പറയുന്നത് സിജിക്ക് കിട്ടിയ സാക്ഷ്യങ്ങളൊക്കെ വന്ന് പറയാനായിട്ട്. പിന്നെ നമ്മൾ എന്താണ് മനസ്സിൽ പ്രാർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ചെയ്യുന്നതെന്ന്. ഇപ്പം ഞാൻ തൃശ്ശൂർ ജില്ലയിലാണ് ഇരിക്കുന്നത്, ഇത് കോഴിക്കോട് ജില്ലയിലാണ്. പക്ഷേ എനിക്ക് ആവശ്യമുള്ള മെസ്സേജുകൾ അപ്പം അച്ഛൻ പറയും. മദ്യക്കുപ്പികൾ കളയണം, മദ്യം കളയണമെന്ന് പറഞ്ഞാലും ഈ വില കൂടിയ മദ്യം നമുക്കത് കളയാനൊരു വിഷമല്ലേ. അപ്പം ഞാൻ വീട്ടിൽ, എൻ്റെ ഭർത്താവും കഴിക്കില്ല, എൻ്റെ മകനും കഴിക്കില്ല. പക്ഷെ വീട്ടിൽ മദ്യം ഇരിക്കണ്ടായിരുന്നു. ഞാൻ കളയാതെ അത് ഞാൻ വേറെ ആൾക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്തു. ഇത്രേ. അപ്പം അച്ഛൻ പറയണ്, ഈ ഗിഫ്റ്റായിട്ട് കൊടുത്ത വ്യക്തിയോട് വന്ന് കുമ്പസാരിക്കാനായിട്ട്. പിന്നെ ഈ കുപ്പികൾ ഞാൻ എൻ്റെ മെയിൻ അൽമാരിയിൽ 20 വർഷമായിട്ട് ഞാൻ ഈ കുപ്പി സൂക്ഷിച്ചു വെക്കേണ്ടായിരുന്നു. കരിക്കുപ്പി. എനിക്കത് ഇഷ്ടമായിരുന്നു. കലഹങ്ങളൊക്കെ അറിയിട്ടില്ല, എന്നാലും ബുദ്ധിമുട്ടുകൾ വേറെ. അപ്പം ഞാൻ ഹസ്ബൻഡ് പറഞ്ഞു, വേഗം നീ വൃത്തിയാക്കെന്ന് പറഞ്ഞെങ്കിലും ഞാനത് സ്ലോവിൽ നിന്നു. അത് കഴിഞ്ഞ് എല്ലായിടത്തുനിന്നും പറക്കി കൊണ്ടുവന്ന് കിച്ചണിൻ്റെ സ്ലാബുമ്പോൾ വെച്ചേക്കാം. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ എന്തോരം ഇഷ്ടപ്പെട്ട് വെച്ച കുപ്പികളെ കളയണ്ടേ. അപ്പോൾ ഒരു 10-30 കുപ്പിയുണ്ട് കേട്ടോ. അപ്പം ഞാൻ കളയാതെ ഇങ്ങനെ വെച്ചേക്കാം. അപ്പം പിറ്റേ ദിവസം അച്ഛൻ ഇവിടെ വിളിച്ച് പറയാണ്, കിച്ചണിൽ സ്ലാബുമ വെച്ചിരിക്കുന്ന കുപ്പികൾ, വില കൂടിയ മദ്യ കുപ്പികളെല്ലാം എടുത്ത് കളഞ്ഞ് വീട് വെച്ചിരിക്കാനായിട്ട്. എല്ലാം കളഞ്ഞു.